السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ സ്വയം നമ്മോട് തന്നെ ചോദിക്കുകയും അറിയുകയും ചെയ്യണം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് ഉത്തരങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. എന്തിനാണ് ഈ ലോകത്തേക്ക് പടച്ച റബ്ബ് നമ്മളെ അയച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പലർക്കും ഒരു പക്ഷേ പല ഉത്തരങ്ങളുണ്ടായേക്കാം. മരണം വരെ പരമാവധി സുഖിച്ച് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം? മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് സന്തോഷത്തോടുകൂടി മാത്രം ആസ്വദിച്ച് ജീവിക്കണം എന്നതാണോ? അതിനു വേണ്ടിയാണോ ഈ ജീവിതം അല്ലാഹു നമുക്ക് നൽകിയത്? അതാണോ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യമായി മാറേണ്ടത്? ഇനി അതല്ല, നല്ലൊരു ദാമ്പത്യ ജീവിതം മാത്രമാണോ നമ്മുടെ ജീവിത ലക്ഷ്യം? വിവാഹം കഴിക്കുകയും അങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടാവുകയും അങ്ങനെ നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുക മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ദാമ്പത്യം പാതി വഴിയിൽ അവസാനിച്ച് തകർന്നുപോയ എത്രയോ കുടുംബങ്ങളെ, ദമ്പതികളെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ദമ്പതികളിൽ ഒരാൾ ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടു പോകുന്ന, ഒരാൾ ഒറ്റപ്പെട്ടു പോകുന്ന കാഴ്ചകളും നമ്മൾ കാണുകയാണ്. ഇനി കുട്ടികളെ വളർത്തലാണോ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? കുറേ മക്കളുണ്ടായി, ആ മക്കളെ വളർത്തി, ആ മക്കളെ പഠിപ്പിച്ച് അങ്ങനെ മക്കളിലൂടെ സന്തോഷം കണ്ടെത്തൽ മാത്രമാണോ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ എത്രയെത്ര കുട്ടികളാണ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോകുന്നത്. അതേപോലെ കുട്ടികൾ ലഭിക്കാത്ത അഥവാ ജനിക്കാത്ത ആളുകളും ഒരുപാട് ദമ്പതികളെ നമ്മൾ കാണുകയാണ്. നല്ല ജോലിയും നല്ല വീടും നല്ല സമ്പാദ്യവുമാണോ നമ്മുടെ ജീവിത ലക്ഷ്യം? എങ്കിൽ
എത്രയെത്ര ആളുകൾക്കാണ് അതൊന്നും ലഭിക്കാത്തതും ലഭിച്ചിട്ടും ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നവരും. വലിയ സൗകര്യങ്ങളും വലിയ വീടുകളും വലിയ സംവിധാനങ്ങളൊക്കെയുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ കഴിയാത്തവർ, അതൊന്ന് ആസ്വദിക്കാൻ കഴിയാത്തവർ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഐഹിക ജീവിതം, എന്തിനാണ് അല്ലാഹു ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയത്. ഒരു കാര്യം ഉറപ്പാണ്, ദുനിയാവിലെ ജീവിതത്തിൽ പരിപൂർണമായ സംതൃപ്തി ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പാണ്. എങ്കിൽ പരിപൂർണമായ സംതൃപ്തിയുടെ ലോകം എവിടെയാണ്? ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, ആ ദമ്പതികൾക്ക് കുട്ടികളായില്ല. കുറേ നാൾ അവർ കാത്തിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ ഒരു കുട്ടിക്ക് വേണ്ടി അവർ കാത്തിരുന്നു. അതിനിടയിൽ നിരന്തരമായ പ്രാർത്ഥനകളും ചികിത്സകളുമായി അവർ മുന്നോട്ട് പോയി. അങ്ങനെ നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഭാര്യ ഗർഭം ധരിച്ചു. പരിശോധനയിൽ ഇരട്ട കുട്ടികളാണെന്ന് മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിൽ സന്തോഷം വരാൻ തുടങ്ങി. കാരണം മക്കളില്ല എന്ന സങ്കടത്തോടുകൂടെ കഴിഞ്ഞിരുന്നവർക്ക് ഇതാ തങ്ങളിലേക്ക് മക്കൾ വരാൻ പോകുന്നു എന്ന ആ സന്തോഷ വർത്തമാനം അവർക്ക് ചെറുതൊന്നുമല്ലായിരുന്നു. അങ്ങനെ ഭാര്യ പ്രസവിച്ചു, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. പക്ഷേ ആ സന്തോഷത്തിന് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അതിലൊരു കുട്ടി പ്രസവത്തോടെ തന്നെ മരിക്കുകയാണ്. സന്തോഷമുണ്ടായ ആ കുടുംബത്തിൽ വീണ്ടും ദുഃഖം വരികയാണ്. എങ്കിലും അവർക്കൊരു സമാധാനമുണ്ട്. നാളുകളായി കുട്ടികളില്ലാതെ കാത്തിരുന്നിട്ട് ഒരു കുട്ടിയെ കിട്ടിയല്ലോ. അങ്ങനെ അവർ സമാധാനിച്ചു. അങ്ങനെ അവൻ മിടുക്കനായി വളർന്നു. പഠിത്തത്തിലും കളിയിലും മത്സരങ്ങളിലുമെല്ലാം ഒന്നാമനായി മാറി. വലിയ കഷ്ടപ്പാടുണ്ടായിരുന്നു ആ മാതാപിതാക്കൾക്ക്. എന്നിട്ടും അവനെ പഠിപ്പിച്ചു. SSLCക്ക് റാങ്കോടെ ഉയർന്ന മാർക്ക്, മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക്, MBBSും PGയും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നല്ല വിവാഹാലോചനകൾ വന്നു തുടങ്ങി. നല്ല ഒരു കുടുംബത്തിലെ നല്ലൊരു ഡോക്ടറുമായി ഒരു യുവതിയുമായി അവൻ്റെ വിവാഹം ഉറപ്പിച്ചു, നിശ്ചയിച്ചു. അങ്ങനെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിൽ വലിയ ഒരു സന്തോഷവും ആഹ്ലാദവും കടന്നു വരികയാണ്. എല്ലാവരും സന്തോഷിക്കുകയാണ്, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. പക്ഷേ വിവാഹത്തിൻ്റെ 2 ദിവസം മുൻപ് അവൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതാണ് യഥാർത്ഥത്തിൽ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുന്നതും അള്ളാഹു ഈ ദുനിയാവിലേക്ക് നമ്മൾ അയച്ചതും എന്തിനു വേണ്ടിയാണ്? നേരത്തെ പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. ആ രൂപത്തിൽ ദുനിയാവിൽ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോകണം എന്നതാണോ എങ്കിൽ തീർച്ചയായും സഹോദരങ്ങൾ, അവൻ്റെ ജീവിതം 2 ലോകത്തും പരാജയമായിരിക്കും, 2 ലോകത്തും പ്രയാസത്തിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടിയാലും എന്തൊക്കെ ആസ്വാദനങ്ങളുണ്ടായാലും അത് പരിപൂർണമല്ല. നിരാശയും ദുഃഖവും സന്തോഷവും ഒക്കെ കലർന്നതാണ് ദുനിയാവിലെ ജീവിതം. പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു ഭാഗത്ത് സന്തോഷം വരുമ്പോൾ ഒരു ഭാഗത്ത് ദുഃഖങ്ങളുടെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരുന്ന് മക്കൾ ലഭിക്കാത്തതിൻ്റെ കാരണത്താൽ വർഷങ്ങളോളം ചികിത്സകളും ആശുപത്രി വരാന്തകളുമൊക്കെയായി കഴിഞ്ഞുകൂടി വലിയൊരു സാമ്പത്തിക ബാധ്യതയായി ഒരു ഭാഗത്തൊരു കുട്ടിക്ക് വേണ്ടി കൊതിക്കുമ്പോൾ അപ്പുറത്ത് നമ്മൾ കേൾക്കുന്നത് 22 വയസ്സുവരെ വളർത്തി വലുതാക്കിയ ഒരു മോൻ ഉമ്മയുടെ തലക്കടിച്ചു കൊന്ന വാർത്തയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കിട്ടിയാലും എത്ര വന്നാലും എല്ലാ രൂപത്തിലും പരിപൂർണമായ സംതൃപ്തിയുടെ ലോകം ഇതല്ല, ദുനിയാവല്ല എന്ന് തിരിച്ചറിയാൻ ഏറ്റവും ചുരുങ്ങിയതൊരു മുസ്ലിമിനെങ്കിലും സാധിക്കണം. എന്ത് കിട്ടിയാലും. പിന്നെ എവിടെയാണ് പരിപൂർണമായ ജീവിതം? ഖുർആന്റെ വാചകം അങ്ങനെയാണ്. പരിപൂർണമായ സംതൃപ്തിയുടെ ലോകം സ്വർഗ്ഗാണ്. അവിടെ ഒരിക്കലും വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസകും, മനസ്സാഗ്രഹിക്കുന്നത് കിട്ടും.
ഇവിടെ ദുനിയാവിൽ എന്ത് ലഭിച്ചാലും അതിലെവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകും. എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകും. എന്ത് ലഭിച്ചാലും, മക്കളാവട്ടെ, ദാമ്പത്യമാവട്ടെ, വീടാവട്ടെ, ജോലിയാവട്ടെ, സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, അങ്ങനെ തുടങ്ങി പടച്ച റബ്ബ് നമുക്ക് നൽകിയ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എടുത്തു വച്ചാൽ അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ചെറിയ കുറവുകളും ചെറിയ സംതൃപ്തി കുറവൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ജീവിതം തന്നത്? എന്തിനാണ് അല്ലാഹു നമുക്ക് മരണം സംവിധാനിച്ചത്? എന്തിനാണ് അല്ലാഹു ഖബർ ജീവിതം കൊണ്ടുവന്നത്? എന്തിനാണ് അതിനു ശേഷമുള്ള സ്വർഗവും അതേപോലെ തന്നെ നരകവും ഉണ്ട് എന്ന് പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, എന്ന് പടച്ച റബ്ബിനെ പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കേവലം ചെറിയൊരു സമയം മാത്രം, എത്ര കാലം ഇവിടെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ചെറിയൊരു സമയം, ഒരു ചെറിയ നിമിഷം മാത്രമേ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ചെറിയൊരു സമയം. അതിനേക്കാളുമൊക്കെ എത്രയോ സമയമാണ് അതിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇതൊരു റിയൽ ലൈഫാണ്. റിയൽ ലൈഫ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ? ഷോർട്ട് വീഡിയോ പോലെ ചെറിയൊരു ജീവിതമാണ്, ചെറിയൊരു കാലമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഏകദേശം 60-70 വയസ്സ് കഴിഞ്ഞ ആ ഒരു കൊല്ലം മാത്രമേ, അതിനപ്പുറത്തേക്ക് പോകുന്നവർ വളരെ കുറവാണ്. അത് കഴിഞ്ഞാൽ വിശാലമായൊരു ലോകമാണ് സ്വർഗം, മരണമില്ലാത്ത ലോകം, ഒരിക്കലും മരണമില്ലാത്ത ലോകം, സങ്കടങ്ങളില്ലാത്ത സ്വർഗം, ദുഃഖങ്ങളില്ലാത്ത സ്വർഗം, രോഗങ്ങളില്ലാത്ത സ്വർഗം, പരിപൂർണമായ 100% സംതൃപ്തി നൽകുന്ന ലോകം. അതാണ് സ്വർഗം. ആ സ്വർഗല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ സഹോദരങ്ങളെ നമ്മൾ പണിയെടുക്കേണ്ടത്? അതിനെന്തു വേണം? നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. കൃത്യമായ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് അല്ലാഹു നമ്മളെ പറഞ്ഞയച്ചത്? എന്താണ് ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ നമ്മുടെ പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ടാകും. വീട്ടിലേക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കയറി വരുമ്പോൾ, നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ എത്ര ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എത്രയാണ് നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവാന്ന് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ വീട്ടിൽ ചെന്ന് ഹാങ്കറിൽ ഇങ്ങനെ കൊളുത്തിടും. അതിൽ നിന്ന് ആരെങ്കിലും 500 രൂപ എടുത്തു എന്നിരിക്കാം, അതിൽ നിന്ന് നമ്മുടെ മക്കൾ 100 രൂപ എടുത്തു എന്നിരിക്കാം. നമുക്ക് കൃത്യമായി അതിൻ്റെ കണക്കില്ലെങ്കിൽ ആർക്കാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക? ആർക്കാണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുക? അതേ സമയത്ത് നമ്മൾ വെച്ച പൈസ അത് 500 രൂപയാണ്, അല്ലെങ്കിൽ 5000 രൂപയാണ്, അല്ലെങ്കിൽ 4550 രൂപയാണ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ എനിക്കറിയാം 4550-ൽ 50 കാണുന്നില്ലല്ലോ, 50 കാണുന്നില്ലല്ലോ, 100 കുറവുണ്ടല്ലോ, എനിക്കറിയാൻ കഴിയും. ഇതുപോലെ ജീവിതത്തിന് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തവർക്ക് എങ്ങനെയുമാകാം. അതേസമയം കൃത്യമായ കാഴ്ചപ്പാടുണ്ടായാൽ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ലോകത്തും വിജയിക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിശദീകരണങ്ങളില്ലാതെ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളിലൂടെയും ഒരു ചെറിയ യാത്ര, ഒരു ചെറിയ സമയത്തിൽ നിന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ദുനിയാവിനെ സംബന്ധിച്ച് ഐഹിക ജീവിതത്തെക്കുറിച്ച് ഖുർആൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ കുട്ടികൾക്ക്? പ്രയാസം? ഐഹിക ജീവിതത്തിൻ്റെ ഉപമയായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് ഐഹിക ജീവിതത്തിൻ്റെ ഉപമ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദരിബു ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദറുഹു الرിയാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ. വിശുദ്ധ ഖുർആൻ പറയാണ്, നബിയെ നീ അവർക്ക് പറഞ്ഞു കൊടുക്ക്, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ദുനിയാവിൻ്റെ ഉപമ എന്താണ്? നീ അവർക്ക് വിവരിച്ചു കൊടുക്കണം, ഉദാഹരിച്ചു കൊടുക്കണം. എന്താണതിൻ്റെ ഉപമ? ആകാശത്ത് നിന്ന് നാം വെള്ളമിറക്കി, അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്ന് വളർന്നു, താമസിയാതെ അത് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായി തീർന്നു. ഇതാണ് ഐഹിക ജീവിതം. കണ്ടോ നിങ്ങൾ? എന്താണ് ഐഹിക ജീവിതം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് നമ്മളൊക്കെ ഓതിയ സൂറത്തുൽ കഹ്ഫിലൂടെ പടച്ച റബ്ബ് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുകയാണ്.
നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുകയാണ്. എന്താണ് ഐഹിക ജീവിതം? ഉദാഹരണമായി പടച്ചിറപ്പ് പറയാണ്, ആകാശത്ത് നിന്ന് വെള്ളമിറക്കി. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സൗകര്യമായി, വലിയ സംവിധാനമായി. പക്ഷേ അത് അധിക കാലം കാത്തു നിൽക്കില്ല, എന്നും നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ഒരു മുസ്ലിമിനുണ്ടാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്, നമ്മൾ അറിയിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാണ്. വിശുദ്ധ ഖുർആന്റെ വാചകം, അഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹ് വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാര നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. യഅലമു, നിങ്ങൾ അറിയണം. എന്തിനെക്കുറിച്ച്? നമ്മൾ ജീവിക്കുന്ന ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഇത് അല്ലാഹുവിൻ്റെ വാചകാണ് കേട്ടോ. നിങ്ങൾ അറിയണം എന്താണ് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ. ലഇബുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഒന്ന് കളിയാണ്, മറ്റൊന്ന് വിനോദമാണ്, മറ്റൊന്ന് അലങ്കാരമാണ്, മറ്റൊന്ന് പരസ്പരം അഭിമാനം നടിക്കലാണ്. കണ്ടോ നിങ്ങൾ, ദുനിയാവിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സമ്പത്തിൻ്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിലൊക്കെ അഭിമാനം പറയൽ, അതിൻ്റെ പേരിൽ പെരുമ നടിക്കൽ, അതേപോലെയുള്ള ഒരു ജീവിതമായി, ഒരു ലോകമായിട്ടാണ് നിങ്ങൾ ദുനിയാവിനെ കാണേണ്ടത്. ബാല്യം വരും, അവിടെ നിന്ന് അങ്ങോട്ട് ടീനേജിലേക്ക് പോകും, പിന്നെ യൗവനത്തിലേക്ക് പോകും, പിന്നെ യുവത്വത്തിലെ, പിന്നെ ഒരു പക്വതയിലേക്ക് പോകും, അവിടെ നിന്നിങ്ങോട്ട് വാർദ്ധക്യത്തിലേക്ക് പോകും, പിന്നെ ജീവിതത്തിൻ്റെ അവസാന സമയത്തിലേക്ക് നടന്നെടുക്കും. നിങ്ങളുടെ കാഴ്ചക്ക് കുറവ് വരും, നിങ്ങളുടെ ആരോഗ്യത്തിന് കുറവ് വരും, നിങ്ങളുടെ ഓർമ്മശക്തി കുറയും, നിങ്ങൾക്ക് പഴയതുപോലെ പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ പറയാണ്. നിങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം, അല്ലേ? എന്നും ഇതുപോലെ ആരോഗ്യം ഉണ്ടാകും, എന്നും ഈ ഒരു യുവത്വം, യൗവനം നിലനിൽക്കുമെന്ന് ആരും വിചാരിക്കണ്ട എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്താണ്. പക്ഷേ ലോകത്തിൻ്റെ പോക്ക് കണ്ടാൽ, ആളുകളുടെ ജീവിതം കണ്ടാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാണ് ഇതെന്നും നിലനിൽക്കുന്ന ഒന്നാണ്, ഈ ആരോഗ്യം എന്നും നിലനിൽക്കുന്ന ഒന്നാണ്, ഈ സമ്പത്തും ഈ മക്കളും ഈ സൗകര്യങ്ങളും എന്നും എന്നോടൊപ്പം ഉണ്ടാകും എന്ന തെറ്റിദ്ധാരണയാണ് പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നന്ദി കാണിക്കുന്നവരായി ജീവിക്കാൻ പല ആളുകളും മറന്നു പോകുന്നത്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാണ് കൂട്ടരെ, ഇത് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങൾ ഇന്ന് ചെറിയ കുട്ടിയായി ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉമ്മയുടെ വയറ്റിൽ 10 മാസത്തോളം ഏകദേശം നമ്മൾ കിടന്നു. നമുക്കറിയില്ല ആ കാലം, നമുക്കാർക്കും ഓർമ്മയില്ല, നമുക്കൊരാൾക്കും ആ കാലത്തെക്കുറിച്ച് ഓർമ്മയില്ല. ഏകദേശം 5 വയസ്സ് വരെ എങ്ങനെയായിരുന്നുവെന്ന് പലർക്കും ഒരു പക്ഷേ ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ നിന്നങ്ങോട്ട് കുട്ടിയായി കളിച്ചു വളർന്ന് ആരോഗ്യം വന്നു, ടീനേജായി, പല രൂപത്തിലൂടെ നമ്മൾ കടന്നുപോയി. അങ്ങനെ അവസാനം യുവത്വത്തിലേക്ക് വന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആദ്യം ഏതവസ്ഥയിലേക്കാണോ അതേ അവസ്ഥയിലേക്ക് അല്ലാഹ് ആയുസ്സിട്ട് തന്നാൽ നിങ്ങൾ പോകും, അല്ലേ? പിച്ച വെച്ച് നടന്ന, അവിടെ നിന്ന് പിടിച്ചു നിന്ന, ഒരടി മുന്നോട്ട് വെക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരുന്ന ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പ്രായമാകുന്ന അവസ്ഥ. സാധാരണ പറയാറുണ്ട് ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രായമാകുന്നൊരവസ്ഥയാണ്. പ്രായമാകുന്ന അവസ്ഥ എന്ന് മാത്രമല്ല, പ്രായമായ സമയത്ത് ആരോഗ്യം നഷ്ടപ്പെടുന്നൊരവസ്ഥ പ്രത്യേകിച്ച്, അല്ലെ? എന്തിനും ഏതിനും മറ്റുള്ളവരുടെ സഹായം, എന്ത് കാര്യങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ, സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ, വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ, ഒരിറക്ക വെള്ളം കുടിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന എത്ര സഹോദരങ്ങളുണ്ട്, സഹോദരിമാരെ, സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ. നിങ്ങളെ ചുറ്റുപാടിലേക്കൊന്ന് നോക്കുങ്ങളെ. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് എന്ന് വരുമ്പോൾ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരാളും എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചില്ല, നമ്മളെ ആരും ഏൽപ്പിച്ചില്ല, ആരുടെ സഹായവും നമുക്ക് വേണ്ട. വെള്ളം കുടിച്ചപ്പോൾ, ഭക്ഷണം കഴിച്ചപ്പോൾ, നടന്നിങ്ങോട്ട് വന്നപ്പോൾ ഒരാളും നമ്മളെ സഹായിച്ചില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, യുവാക്കളായവർ പോലും
യുവാക്കളിൽ പോലും ആരോഗ്യം നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന, ഒരിറക്ക് വെള്ളത്തിന് വെള്ളം കുടിക്കാൻ സ്വന്തം കൺമുന്നിലുണ്ട്, പക്ഷേ അതൊന്നെടുത്ത് കുടിക്കാൻ കൈപൊന്താതെ വരുന്ന എത്ര ആളുകളുണ്ട്. അവർക്ക് പ്രായം കൂടിയായാലോ എന്തായിരിക്കും അവസ്ഥ? ആരോഗ്യം നഷ്ടപ്പെട്ടു പ്രായം കൂടിയാൽ. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അറദ്ദ ഇലൽ അർദലിൽ ഉമർ. അല്ലാഹുവേ, ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് അവസാനം മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ മാത്രം എല്ലാം ചെയ്യേണ്ടി വരുന്നൊരു കാലത്തെക്കുറിച്ച് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നുവെന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മരണത്തേക്കാൾ വലിയ പരീക്ഷണമേതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഇങ്ങനെ വലിയ പ്രായമായിട്ടും കിടന്ന കിടപ്പിൽ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടും മരിക്കാതെ കിടക്കലാണ്. അതാണ് മരണത്തേക്കാൾ വലിയ പരീക്ഷണം. മരണത്തേക്കാൾ വലിയ മുസീബത്ത് എന്ന ചോദ്യത്തിന് മുൻഗാമികളായ പണ്ഡിതന്മാർ നൽകിയ ഉത്തരമാണിത്. കാലങ്ങളോളം ബെഡിലാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടു, പ്രായമായി, എന്തിനും മറ്റുള്ളവരുടെ സഹായം, വേദനകളും പ്രയാസങ്ങളും തിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ മരണത്തേക്കാൾ വലിയ പരീക്ഷണം ഇതാണ് എന്ന് മുൻഗാമികൾ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. അല്ലേ? പ്രത്യേകിച്ച് പ്രായമാകുന്ന സമയത്ത് ഭാര്യ കൂടെയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലേ? സാധാരണ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മരിച്ചിട്ട് നീ മരിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലേ? നമ്മുടെ ഉമ്മമാർക്ക് വലിയ പ്രശ്നം അവിടെ ഒന്നും ഉണ്ടാവാറില്ല. എന്ന് പറഞ്ഞാൽ പ്രായമായിട്ട് വാപ്പ മരിച്ചുവാണെങ്കിലും അവർ പേരാക്കളും പെൺകുട്ടികളും അവരുടെ ജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കോളും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. സങ്കടം ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. ഓരോ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ സങ്കടങ്ങളുമായിട്ട് അവർ പോകും. എന്നാൽ അവർക്ക് പലപ്പോഴും അവരുടെ പേരമക്കളെ കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അവരുടെ പെൺകുട്ടികളോ മരുമക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഇനി അതല്ലെങ്കിൽ ജേഷ്ഠത്തിമാരോ അനുജത്തിമാരൊക്കെ ഉണ്ടാവാം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭാര്യ മരിച്ചിട്ട് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് പ്രായമായി മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമായി വരുന്നൊരു കാലമുണ്ടല്ലോ, അത് വിശദീകരണത്തിനും അപ്പുറമാണ്. ആർക്കാണ് ചെയ്തു കൊടുക്കാൻ കഴിയുക? ആർക്കാണ് അവരെ സഹായിക്കാൻ കഴിയുക? സ്വന്തം ഭാര്യ അവരെ പരിചരിക്കുന്നത് പോലെ, ആ ഭാര്യ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലെ ആർക്ക് ദുനിയാവിൽ അവരെ ഒന്ന് സഹായിക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും? ആ സമയത്ത് നിങ്ങൾ മറക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സഹോദരങ്ങളെ ഒരുപാട് വചനങ്ങളിലൂടെയായി നമ്മളെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഈ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഫാത്തിറിൽ. നിങ്ങളെ വഞ്ചിച്ച് കളയരുത്. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ് സഹോദരങ്ങളെ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? അത് ഉറപ്പാണ്. അല്ലാഹുവിൻ്റെ വാക്ക് സത്യമാണ്. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. കണ്ടോ, നിങ്ങളെ വഞ്ചിച്ച് കളയാൻ, ദുനിയാവിൻ്റെ വിഷയത്തിൽ വലിയ ആസ്വാദനം നൽകാൻ, അതിനോട് വലിയ താല്പര്യം നൽകാൻ പിശാച് നിങ്ങളെ കൊണ്ടുവരും, പ്രേരിപ്പിക്കും. നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഐഹിക ജീവിതം എന്ന് പറഞ്ഞ ദുനിയാവിന് ഉള്ള അറബി പദം ഖുർആൻ പറഞ്ഞത് അദ്ദുനിയ എന്നാണ്. ദുനിയ എന്നാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയ എന്ന പദത്തിൽ നിന്നാണ് സാധാരണ മലയാളീകരിച്ച് ദുനിയാവ് എന്ന് നമ്മൾ പറഞ്ഞത്, ഐഹിക ജീവിതം. എന്തുകൊണ്ടാണ് ദുനിയ എന്ന് പേര് വരാനുള്ള കാരണം? ധന എന്ന വാക്കിൽ നിന്നാണ് ദുനിയ എന്ന വാക്ക് വന്നിട്ടുള്ളത്. എന്താണെന്നറിയോ? ധന എന്ന വാക്ക് പറഞ്ഞാൽ ഏറ്റവും അടുത്തത്, അല്ലെങ്കിൽ താഴ്ന്നത്, കുറവായ മൂല്യമുള്ളത്. ഇതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ആഖിറത്ത് അപേക്ഷിച്ച് താഴ്ന്ന മൂല്യമുള്ള ജീവിതം, ഒരിക്കലും മരണമില്ലാത്ത യഥാർത്ഥ ജീവിതത്തെ അപേക്ഷിച്ച് വളരെ ചെറിയ സമയത്തെ ഒരു ജീവിതം മാത്രമായിട്ടാണ് ദുനിയാവിന്. ആ ലോകത്തെ പരിചയപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പദം പോലും, ആ വാക്കുപോലും സഹോദരങ്ങളെ ദുനിയ എന്നാണ്. ഏറ്റവും മൂല്യം കുറഞ്ഞത് എന്ന അർത്ഥത്തിലാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ദുനിയാവിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല. വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. ദുനിയാവ് വേണ്ടെന്നല്ല കേട്ടോ, പക്ഷേ പരലോകത്തെ മറന്നുകൊണ്ടുള്ളൊരു ദുനിയാവ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വാചകം, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുകും മിസ്ബഅഹു ഹാദിഹി വഅശാറ യഹ്യാ ബിസ്സബാബ ഫിൽ യമ്മി ഫൽയൻദുർ ബിമാ യർജിഉ.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ സ്വന്തം വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്തതുപോലെയാണ്. അതിൽ നിന്നവൻ എന്തുമായി മടങ്ങിയെന്ന് അവൻ നോക്കട്ടെ. വിശാലമായ സമുദ്രം, ആ സമുദ്രത്തിലേക്ക് ഒരു കയ്യിൻ്റെ വിരലൊന്ന് മുക്കിയാൽ എത്രമാത്രം വെള്ളം അതിൽ നിന്ന് കയ്യിൻ്റെ വിരലിൽ തിരിച്ചു പോരും അല്ലേ? സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് വിരലിങ്ങനെ മുക്കിയാൽ ആ വിരലിൽ പറ്റുന്ന വെള്ളമുണ്ടല്ലോ, അത്രയേ ഉള്ളൂ ദുനിയാവ് എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണത്. വലിയ ബുദ്ധിയൊന്നും ഇതിന് വേണ്ട, സാധാരണക്കാരന് പോലും മനസ്സിലാകണം. ഇനിയും നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ വാചകം ഹദീസിൽ നമ്മൾ കാണുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയാണ്, നിശ്ചയമാണ്, ഭൗതിക ലോകം മധുരവും പച്ചപ്പുള്ളതുമാണ്. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവെന്ന് നോക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളെ അതിൽ പിന്മുറക്കാരാക്കുന്നു. അതിനാൽ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക, സ്ത്രീകളെയും സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞതും മധുരിക്കുന്നതുമാണ് ദുനിയാവ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകർഷിപ്പിക്കുന്ന, മനസ്സിനെ പിടിച്ചെടുക്കുന്ന, എന്ത് കണ്ടാലും അതിലേക്കൊന്ന് ചാഞ്ഞു പോകുന്ന രൂപത്തിലാണ് അള്ളാഹു ദുനിയാവ് സംവിധാനിച്ചിട്ടുള്ളത്. എന്തൊക്കെ സംവിധാനങ്ങളാ! വിശുദ്ധ ഖുർആൻ മറ്റു പലയിടത്തും ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. സമ്പത്ത്, അധികാരം, അതേപോലെ തന്നെ മക്കൾ, സൗന്ദര്യം, പ്രശസ്തി, അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവന് ആകർഷണം തോന്നുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊരു മുസ്ലിം ആരാവണം? കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാകണം. കണ്ടോ നിങ്ങൾ, ഒരു വഴിയാത്രക്കാരനെ പോലെ. നമ്മളൊക്കെ പല യാത്രകളും ചെയ്യാറുണ്ടല്ലോ. ഒരു യാത്രക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര എന്നുള്ള നിലക്കാണ് നമ്മൾ പോവാറ്. അല്ല, നമ്മൾ തിരിച്ചു വരും. നമ്മളൊക്കെ ഈ ഹദീസ് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലേ? നമ്മൾ വിദേശികളാണ്. നീ വിദേശിയെ പോലെയാകണം ദുനിയാവിൽ. നമ്മളൊക്കെ കാലാകാലം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അല്ലാഹ് ഇസ്സട്ട് തന്നാൽ ജീവനോടെ തന്നെ നമ്മളൊരു പക്ഷേ തിരിച്ചു പോകേണ്ടി വരും. കാലാകാലം അവിടെ നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ നിൽക്കണം എന്ന ചിന്ത ആർക്കുള്ളല്ലോ. ഇതുപോലൊരു ദിവസം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് യാത്രയാകാനുള്ള തയ്യാറെടുപ്പാണ് ഈ ദുനിയാവിൽ നടത്തേണ്ടത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നീ പ്രദോഷത്തിൽ പ്രവേശിച്ചാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്, പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ പ്രദോഷത്തെയും പ്രതീക്ഷിക്കരുത്. നീ ആരോഗ്യ നാളുകളിൽ നിന്ന് രോഗത്തിന്റെ നാളുകളിലേക്കും ജീവിതത്തിൽ നിന്ന് മരണാനന്തര ജീവിതത്തിനും പുണ്യങ്ങൾ സ്വീകരിക്കുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. പുണ്യങ്ങൾ സ്വീകരിക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, രാവിലെയായാൽ വൈകുന്നേരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. രാവിലെയായാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ രാവിലെ ഉണ്ടാവുമല്ലോ ആരും വിചാരിക്കേണ്ട. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ദുഹർ നിസ്കരിച്ചു, അസറാവട്ടെ എന്നല്ല. അല്ലെങ്കിൽ ദുഹറിന് ഞാനിങ്ങനെ മാറി നിൽക്കാണ്, അസറിന് രണ്ടും കൂടി, അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഏത് സമയത്തും മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം, ഏത് സമയത്തും ഈ ദുനിയാവിനോട് യാത്ര ചോദിക്കാൻ തയ്യാറായിരിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഞാൻ ഓരോ ഹദീസ് ഇങ്ങനെ വായിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കാണ്. കുറേ ആളുകൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അങ്ങാടിയുടെ തെരുവിൽ കുറേ ആളുകളുണ്ട്. അങ്ങാടിയിൽ, മദീനത്തെ അങ്ങാടിയിൽ ധാരാളം ആളുകളുണ്ട്. ആ സമയത്തുണ്ട് അവിടെയുണ്ട് ഒരു ചെവി മുറിക്കപ്പെട്ട ഒരു ചത്ത ആടിൻ്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകാനിടയായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചത്ത ആടിൻ്റെ ചെവി പിടിച്ച് ചോദിച്ചു എന്നാണ്, ഒരു ദിർഹമിന് ഈ ആടിന് ആർക്കു വേണം? ഒരു ദിർഹമിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾക്കത് വേണ്ട, പൈസ തന്നുകൊണ്ടത് വാങ്ങാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾക്ക് യാതൊന്നും കൊടുത്ത് അത് വാങ്ങാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു, എന്നാൽ ഒരു പൈസ നിങ്ങൾ തരണ്ട, ആർക്കു വേണം? വെറുതെ യാതൊരു പൈസയും ആവശ്യമില്ലാതെ ഇതിനെ വാങ്ങാൻ ആരുണ്ട് തയ്യാർ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ചെവി ചെറുതല്ലേ, അതെന്നെ ഒരു വലിയ ന്യൂനതയല്ലേ?
അല്ലേ? ആട് എന്ന് പറഞ്ഞാൽ അറബികളെ നിങ്ങൾക്കറിയാലോ, അറബികളായ ആളുകൾക്കറിയാലോ, ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. എന്നാൽ അതിൻ്റെ ചെവി ചെറുതാണെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്തെങ്കിലും ചെറിയൊരു ന്യൂനത അതിലുണ്ടായാൽ മതി. അതാണ് ചെവി ചെറുതെന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. അവിടെയാണ് ഞങ്ങൾക്കത് വേണ്ട റസൂലേ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ഫവല്ലാഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് നിങ്ങൾക്ക് എത്ര നിസ്സാരമാണോ അതിലുപരി ലോകം അള്ളാഹുവിങ്കൽ നിസ്സാരമാണ് എന്ന് പറഞ്ഞാൽ ഈ ചെവി ചെറുതായ ആടിനെ നിങ്ങൾ എത്രമാത്രം നിസ്സാരമായിട്ടാണോ കാണുന്നത്, അതിനേക്കാൾ നിസ്സാരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ കാണുന്നത് എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ആൽ ഇംറാൻ്റെ ആയത്താണ്. ഞാൻ ആയത്തുകൾ ഇങ്ങനെ പറയല്ല, ജസ്റ്റ് പറഞ്ഞു പോകാണ്. ഒരു മനുഷ്യനെ ഇഹലോകത്തിൽ ആകർഷിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മനുഷ്യനെ ദുനിയാവിൽ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് അള്ളാഹ് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോയതല്ല. നമ്മളൊക്കെ ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ സമ്പത്ത് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് സമ്പത്ത്. അതേപോലെ തന്നെ സ്ഥാനമാനം, സന്താനം, സൗന്ദര്യം, അധികാരങ്ങളൊക്കെ, ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം. ഇതൊന്നും വേണ്ടാന്നല്ല കേട്ടോ, ഇതൊന്നും വേണ്ടാന്നല്ല, ഇതൊക്കെ ദുനിയാവിൻ്റെ ഭാഗമാണ്, തെറ്റാണ് എന്നല്ല. എന്നാൽ പരലോകത്തെ മറന്ന് കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, നിങ്ങൾ പരലോകത്തെ മറന്ന് ഇതിൻ്റെ പിന്നാലെ മാത്രം പോകുന്നവരായി നിങ്ങൾ മാറരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകളാണിതെല്ലാം. ദുനിയാവിൻ്റെ അലങ്കാരങ്ങളെക്കുറിച്ച് പറയാണ്. മക്കൾ, അതേപോലെ തന്നെ സമ്പത്ത്, ഇതൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. സൂറത്തു ആൽ ഇംറാനിലെ 14-ാമത്തെ ആയത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയാണ്. ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിൽ നമ്മളെ ആകർഷിക്കുന്ന രൂപത്തിൽ ഒരുപാട് സംവിധാനങ്ങളും കാര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കാവാം. സൗന്ദര്യം ആഗ്രഹിക്കാം, സമ്പത്തിനു വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാം, ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അധികാരം, അതൊക്കെ ആവാം, അതൊക്കെയാകാം, സ്ഥാനമാനങ്ങളൊക്കെയാകാം. പക്ഷേ അതിന് മാത്രമാകരുത് ദുനിയാവ്. അതാണ് അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത്, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. ഇതെല്ലാം ദുനിയാവിലെ ചെറിയ വിഭവങ്ങൾ മാത്രമാണ്. മത്താ എന്ന് പറഞ്ഞാൽ ഒരു വിഭവം എന്നർത്ഥം. കാലാകാലം ആസ്വദിക്കാനുള്ള ഒന്നിനെ മത്താ എന്ന് പറയില്ല, മറിച്ച് കുറച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നിനെയാണ് മത്താ എന്ന് പറയാ. അള്ളാഹു അതേ വാക്കാണ് ഇവിടെ പ്രയോഗിച്ചത്, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. ഇതൊക്കെ ദുനിയാവിലെ വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഇതിനേക്കാളും നല്ല ഉത്തമമായ കാര്യങ്ങൾ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയാകണം നിങ്ങൾ അധ്വാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിത ലക്ഷ്യമായി വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. എന്തിനാണ് നിങ്ങൾ എങ്ങോട്ട് അയച്ചത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്? കേവല പ്രവർത്തനങ്ങളല്ല, അള്ളാഹു അങ്ങനെയാണ്. ആരാണ് ഏറ്റവും മുന്നിൽ, ആരാണ് ഫസ്തബിഖുൽ ഖൈറാത്ത് എന്നാണ്. മത്സരങ്ങളുടെ നന്മകളുടെ വിഷയത്തിൽ നിങ്ങൾ മത്സരിക്കണം എന്നാണ്. നന്മകളുടെ വിഷയത്തിൽ നിങ്ങൾ മത്സരിക്കണം. അതാണല്ലോ വജ്ഹതു വജ്ഹില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് വരുന്നതാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമനാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മളെ പഠിപ്പിക്കണം. എന്താണ്? ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരുടെ മുന്നിൽ നടക്കാൻ പടച്ച റബ്ബേ നീ എനിക്ക് യോഗ്യത തരണേ എന്നാണ്. നമ്മളങ്ങനെ ആഗ്രഹിക്കണം. ഞാൻ ഒന്നാമനാവണം മുസ്ലിമീൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഏറ്റവും തഖ്വയുള്ളവരുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത നിനക്കുണ്ടാവണം. അതിനെന്താ? സമ്പത്തല്ല അതിൻ്റെ യോഗ്യത. അതിനുള്ള യോഗ്യത എന്താ? വേറെന്തെങ്കിലും ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, മറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവനായി നീ മാറണം. തഖ്വയുള്ളവരുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങളില്ലാത്ത ലോകം ദുനിയാവല്ല, അത് സ്വർഗ്ഗാണ്. പരീക്ഷണങ്ങളില്ലാത്ത ലോകം സ്വർഗ്ഗാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ വാചകം നോക്കൂ നിങ്ങൾ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ.
നമുക്കൊക്കെ പരിചയമുള്ളൊരായത്താണ് വിശുദ്ധ ഖുർആനിലെ. അല്ലാഹ് പറയാണ്, നിങ്ങളെ പരീക്ഷിക്കും, ഭയം കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, ധനനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, ജീവനഷ്ടം കൊണ്ടും വിഭവനഷ്ടം കൊണ്ടൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കും. നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ്സിന് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണം തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹിൻ്റെ പരീക്ഷണം അവസാനിക്കൂല. അള്ളാഹുവിൻ്റെ പരീക്ഷണം അവസാനിക്കൂല. അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടവരെ പടച്ച റബ്ബിൻ്റെ പരീക്ഷണം ഒന്നുകൂടെ കാഠിന്യമാകും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായവർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ്. സുമ്മസ്വാലിഹൂൻ, പിന്നെ അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അപ്പോഴേക്കും നിരാശയാണ്. ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് പരീക്ഷണമാകുമ്പോൾ മറ്റു ചില ആളുകൾക്ക് ശിക്ഷയായി വരും. ഓരോ വർഷവും 1-2 പ്രാവശ്യം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്തൊക്കെയാണെന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഓരോ വർഷവും അള്ളാഹുവിന്റെ പരീക്ഷണം 1-2 പ്രാവശ്യം നിങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ചിലത് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടും, ചിലത് നമുക്കൊക്കെ അനുഭവപ്പെടും, ചിലത് നമ്മൾ അറിയാതെ മറ്റേതെങ്കിലും ഭാഗത്തോ സ്ഥലത്തോ പ്രദേശത്തൊക്കെയായി ഇങ്ങനെ കാണും നമ്മൾ, അല്ലേ? അതാണ് അള്ളാഹു പറഞ്ഞത്, ഓരോ വർഷവും 1-2 വലിയ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടെ പറഞ്ഞു, നിങ്ങളെ പേടി കൊണ്ട് പരീക്ഷിക്കും. പേടി പല രൂപത്തിലാവാം. ഭരണാധികാരികളെ കുറിച്ചുള്ള പേടിയാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങളെ കുറിച്ചുള്ള പേടിയാവാം, സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന പേടി പല രൂപത്തിലാവാം. ആ പേടി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, സമ്പത്ത് കൊണ്ടും, അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണം കൊണ്ടും, അതേപോലെ തന്നെ നമ്മുടെ ഫലവർഗങ്ങളുടെ നഷ്ടം കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണ സമയത്ത് തീർച്ചയായും ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ വാചകം നമ്മൾ വായിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നാം നിങ്ങളെ ക്ഷാമവും ക്ഷേമവും കൊണ്ടും ആരോഗ്യവും അനാരോഗ്യവും കൊണ്ടും സമ്പത്തും ദാരിദ്ര്യവും കൊണ്ടും അനുവദനീയമല്ലാത്തതുകൊണ്ടും അനുസരണവും ധിക്കാരവും കൊണ്ടും നേർമാർഗവും ദുർമാർഗവും കൊണ്ടും നാം പരീക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും പരീക്ഷണത്തിന്റെ ഭാഗമാണ്. വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നന്മ കൊണ്ടും തിന്മ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. നമ്മൾ സാധാരണ പറയാറെന്ന് അറിയോ, ആരോഗ്യമില്ലാത്തവനെ, നേരത്തെ പറഞ്ഞതുപോലെ അസുഖമായി കിടക്കുന്നവനെ കാണുമ്പോൾ നമ്മൾ പറയും, എന്തൊരു പരീക്ഷണാണ് അല്ലേ, എന്തൊരു വല്ലാത്ത പ്രയാസാണ്. ആരായി പറയുന്നത്? നല്ല ആരോഗ്യം പടച്ച റബ്ബ് നൽകിയവൻ. എന്നാൽ ഇവൻ മനസ്സിലാക്കണില്ല, ഈ ആരോഗ്യം നൽകപ്പെട്ടവൻ മനസ്സിലാക്കണില്ല, അള്ളാഹു ഈ ആരോഗ്യത്തിലൂടെ എന്നെ പരീക്ഷിച്ചവനാണ്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവനെ നോക്കി നമ്മൾ പറയും, എന്തൊരു പരീക്ഷണാണ്. എന്നാൽ കടങ്ങളില്ലാതെ ജീവിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളെയും നമ്മളെയും അള്ളാഹു പരീക്ഷിക്കുകയാണ്. വീടില്ലാത്ത ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയും, ഇത് അള്ളാന്റെ പരീക്ഷണാണ് അല്ലേ. എന്നാൽ വീട് വന്ന് പടച്ച റബ്ബ് വീട് നൽകിയവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ വീടെന്ന അനുഗ്രഹം പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ്, അതോടൊപ്പം പരീക്ഷണമാണെന്ന് അല്ലേ. ഇണകളെ തന്നില്ലേ പടച്ച റബ്ബ്? വിവാഹം ഏറെ നാളായി സ്വപ്നം മാത്രം കണ്ട് പ്രായമേറെയായിട്ടും വിവാഹം കഴിയാത്ത ആളുകളെ കാണുമ്പോൾ, പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഇതൊക്കെ അള്ളാന്റെ പരീക്ഷണാണല്ലേ. എന്നാൽ വിവാഹം കഴിഞ്ഞ് നല്ല ഇണകളെ പടച്ച റബ്ബ് നമുക്ക് നൽകുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് അള്ളാഹു എനിക്ക് നൽകിയ പരീക്ഷണാണ്? അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ക്ഷാമവും ക്ഷേമവും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, ദുഃഖവും സന്തോഷവും പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദുനിയാവിൽ മാത്രം ജീവിച്ചു പോകാനുള്ളതല്ല മുസ്ലിമിന്റെ ജീവിതം, തിരിച്ചറിയണം. എപ്പോഴും ദുനിയാവ് മാത്രം ചിന്ത, പരലോകത്തെക്കുറിച്ച് വലിയ ചിന്തൊന്നുമില്ല. ദുനിയാവിന്റെ പിന്നാലെ ഓട്ടം, ദുനിയാവിന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കാണ്, ദുനിയാവ് വേണ്ട എന്ന് വിശുദ്ധ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പരലോകത്തെ മറന്നുകൊണ്ടുള്ള ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടം അത് പാടില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ പരലോകത്തെ മറന്ന് ദുനിയാവിന് വേണ്ടി നിങ്ങൾ ഓടിയാൽ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു 3 കാര്യങ്ങളാണ്. എന്താണ്? ഒന്ന്, നമസ്കാരം കുറയും, ദീൻ മറക്കും, ആഖിറത്തിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെ മറന്നു ഇല്ലാതെയാകും. നിസ്കരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകൂല. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാകൂല. ദീനിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകൂല. എന്ത് ഹലാലും ഹറാമൊക്കെ നോക്കിയിട്ട്
അല്ലെങ്കിൽ അവിടൊക്കെ ഇത് നോക്കണോ, അവിടൊക്കെ ഇത് ശ്രദ്ധിക്കണോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരും. മരണം എൻ്റെ കൺമുന്നിലുണ്ട്, അല്ല എൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ് എന്നെ കാത്തിരിക്കുന്ന മരണം എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരൂല. എൻ്റെ കാരണം ദുനിയാവാണ് അവൻ്റെ മനസ്സിൽ. ദുനിയാവിന് വേണ്ടി മാത്രമുള്ള ഒരു ചിന്തയായാൽ തീർച്ചയായും അങ്ങനെ ആയി മാറും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു ഇസ്രായിലെ 18-19 വാചകങ്ങളിലും, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 96-ാമത്തെ വാചകത്തിലും, അതേപോലെ തന്നെ 4-ാം അധ്യായം 77-ാമത്തെ വാചകത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. പറയുക, ഇഹലോകത്തെ സുഖാനുഭവം വളരെ തുച്ഛമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മത്താ എന്ന പദം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ദുനിയാവിനെ കുറിച്ച് അള്ളാഹു പലയിടത്തും പറഞ്ഞപ്പോൾ ദുനിയാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അതിനോടൊപ്പം ചേർത്തി പറഞ്ഞത് മത്താ എന്നാണ്. എന്താ മത്താ എന്ന് പറഞ്ഞാൽ? ചെറിയ സമയത്തെ ഒരു കാലയളവിന് വേണ്ടിയുള്ള ഒന്നിനെയാണ് മത്താ എന്ന് പറയാം. എന്നും സുഖിക്കാനുള്ള ശാശ്വതമായ ഒന്നിനെ മത്താ എന്ന് പറയില്ല. ചെറിയ കാലത്തെ സുഖം, ചെറിയ കാലത്തെ സന്തോഷം, അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മത്താ എന്ന പദം പ്രയോഗിക്കുന്നത്. ഇവിടെയും അങ്ങനെയാണ്. കുൽ മത്താഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് പരലോകമാണ് ഉത്തമം. ഒരിക്കലും അവസാനിക്കാത്ത ലോകം, മരണമില്ലാത്ത ലോകം, അതാ സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഖുർആൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറിക്കുള്ളിലാണ് നമ്മുടെ ജീവിതം. ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നമുക്കെല്ലാം കാണാനും എല്ലാം ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ വെച്ചിട്ടൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുത്തപ്പോൾ കുറേ നമ്മളെ ഹൈസക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മളെ വേറെ പണ്ഡിതന്മാരും എല്ലാവരും ഉണ്ട്, കൂട്ടത്തിലൊന്ന് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യം എന്ന് അറിയോ, അവൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാണ്. അവൻ പറയാൻ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോഴേ +1 പുതിയ കോളേജിലേക്ക് ഞാൻ പുതിയ കോളേജിലേക്ക് ഞാൻ ചേർന്നു. എന്നോടൊപ്പം പഴയ കൂട്ടുകാരുണ്ട്, പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി. അവരിങ്ങനെ സന്തോഷിക്കുന്നുണ്ട്, ഭയങ്കര ചങ്ക് ഫ്രണ്ട്സുകളാണ് ഞങ്ങൾ. അവരിങ്ങനെ ആസ്വദിക്കാണ്. എങ്ങനെയാണ് അവർ സന്തോഷിക്കുന്നത്? അവർ മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും അടുത്ത ഒരു പ്രദേശത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ അവിടെ പഠിക്കുന്ന കുട്ടി പറയാണ്, എൻ്റെ കൂട്ടുകാർ അധികം വലിയ പ്രായമൊന്നുമില്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ആ പ്രായത്തിലുള്ള കുട്ടികളെ എൻ്റെ കൂട്ടുകാർ അവരാസ്വദിക്കുന്നതും ആഹ്ലാദിക്കുന്നതും അവർ സന്തോഷം പങ്കുവെക്കുന്നതും മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ്, ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ അവരോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവരെ പിണക്കാന്നുള്ള രൂപത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കൊക്കെ 2-3 സന്ദർഭങ്ങളിൽ അവൻ പറയാണ്, 2-3 സന്ദർഭങ്ങളിൽ ഞാൻ പെപ്സി വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് അവരോടൊപ്പം ഞാൻ പെപ്സി ഇങ്ങനെ കുടിക്കും. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കണം. എന്താണ് ഇവരിങ്ങനെ ഇത്രമാത്രം ഇതിനോട് ആർത്തി കാണിക്കാൻ, ഇതിലേക്ക് ഇവരെ ഇത്രമാത്രം ആകർഷിപ്പിക്കാൻ എന്താണ് കാരണമെന്ന് അറിയണമെന്നുണ്ട്. ആ കുട്ടി ഇങ്ങനെ പറയാണ്, ഞാൻ അങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കണമെന്ന് എൻ്റെ മനസ്സ് വല്ലാതെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാനത് തൊട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒന്ന് ടേസ്റ്റ് നോക്കാനൊന്ന് തൊട്ടു നോക്കിയാൽ അത് വലിയ തെറ്റാവോ, അത് വലിയ ഹറാമിൽ പെടോ എന്ന് ആ കുട്ടി ഇങ്ങനെ ചോദിക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ലഹരിയെക്കുറിച്ചൊന്നും ഇന്ന് ഞാൻ ഈ വിഷയത്തിൽ പറയാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യം ഞാൻ പറഞ്ഞത്. അത് മറ്റൊരിക്കൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. നാട്ടിലെ അവസ്ഥ വലിയ പ്രശ്നങ്ങളാണ്. സർക്കാർ ഒരു വലിയ പ്രൊജക്റ്റ്, ഒരു വലിയ കാര്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സെമിനാറുകളും റാലികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പള്ളികളിൽ ജുമാ നമസ്കരിച്ചിങ്ങനെ കഴിയുമ്പോൾ പോലീസ് ഇങ്ങനെ പുറത്തേക്ക. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയ 2-3 കുറച്ച് കുട്ടികളുണ്ടാവുമല്ലോ, എന്നും പിന്നെ സലാം വീട്ടിയ ഉടനെ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ കുട്ടികൾ കേൾക്കൂല, കുറേ ആളുകൾ കേൾക്കൂല. അപ്പോഴേക്ക് ഇറങ്ങി പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അവരോടൊക്കെ പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു, പോലീസ് പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ അകത്തുള്ള ഞങ്ങളെല്ലാവരും പുറത്തേക്ക് വന്നു. പോലീസ് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച്, തൂഫാൻ എന്ന പദ്ധതിയെക്കുറിച്ച്. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഈ തലമുറയെ, ഈ പ്രദേശത്തുള്ള മക്കളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു സംശയം തോന്നിയാൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ വിളിച്ചു എന്ന കാരണത്താലോ നിങ്ങൾ അറിയിച്ചു എന്ന കാരണത്താലോ ആ മക്കളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ആ ആളുകളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂല, അപ്പൊ തന്നെ അവരെ പോയി പിടിച്ചുകൊണ്ടുവരൂല. മറിച്ച് ഞങ്ങൾ അവരുടെ പിന്നാലെ 1-2 ദിവസം അവരെ നിരീക്ഷിക്കും. ആ ഭാഗത്ത് ഞങ്ങളുടെ ഒരു കണ്ണുണ്ടാകും.
എന്നിട്ട് ഉറപ്പാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞെന്നറിയോ? നിങ്ങളാണ് ഈ പറഞ്ഞത് എന്നൊരു കാരണവശാലും, നിങ്ങൾ ആര് ഫോൺ ചെയ്ത് പറഞ്ഞാലും നിങ്ങളാണ് ഈ പറഞ്ഞതെന്ന് ഒരാളോട് ഞങ്ങൾ പറയൂല. അത്രക്കും പ്രശ്നമാണ് നാട്ടിൽ. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഈ കുട്ടി ചോദിച്ചത് പറയാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ വളരുന്നത് കൊണ്ടും ഒരൽപ്പമെങ്കിലും ദീനുമായി ബന്ധപ്പെട്ട ചിന്ത അവന്റെ മനസ്സിലുള്ളത് കൊണ്ടും ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് അവന്റെ മനസ്സങ്ങോട്ട് ആഗ്രഹിക്കുമ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളൊരു ബൗണ്ടറിക്കുള്ളിലാണ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. എന്തും ആസ്വദിക്കാം, എന്തും അനുഭവിക്കാം, എന്തും കാണാം, എന്തും പറയാൻ അതപ്പുറത്താണ്, നിങ്ങൾക്ക് പറ്റിയതല്ല അത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ കേട്ടില്ലേ, ചിലത് കാണുമ്പോൾ കണ്ണുകൾ താഴ്ത്തേണ്ടി വരും. എല്ലാം കാണാനുള്ളതല്ല കണ്ണ്. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഹറാമായ നിങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ നിങ്ങളെ കണ്ണുകളെ താഴ്ത്തണം. വകുല്ലിൽ മുഅ്മിനാതി യഗുല്ലുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന. സത്യവിശ്വാസിനികളെ, നിങ്ങൾക്കും ദുനിയാവിലെല്ലാം കാണാനും ആസ്വദിക്കാനുള്ള അനുവാദം അല്ലാഹു തന്നിട്ടില്ല. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതേ നോക്കാവൂ, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോകാവൂ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറിക്കുള്ളിലാണ് നമ്മുടെ ജീവിതം. ഹലാലും ഹറാമും വേർതിരിച്ചു മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഹറാമിലേക്ക് നമ്മുടെ മനസ്സും കണ്ണും കാതും ശരീരവും പോകാതെ ഹലാലിൽ മാത്രം അനുഭവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ദുനിയാവ് എന്തിനു വേണ്ടിയുള്ളതാണ്? അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ്. നമുക്കിവിടെ കൃഷി ഇറക്കണം, അത് കൊയ്തെടുക്കേണ്ട, അതിൻ്റെ വിളവെടുക്കേണ്ട ലോകം പരലോകമാണ്. ഇവിടെ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ മറ്റു അമലു സ്വാലിഹാത്തുകൾ, നമ്മുടെ സ്വതക്ക, നമ്മുടെ സക്കാത്ത്, ദഅവ പ്രവർത്തനങ്ങൾ, നമ്മുടെ മീറ്റിങ്ങുകൾ, നമ്മുടെ ക്ലാസ്സുകൾ, ഇതെല്ലാം കൃഷിയുടെ ഭാഗമാണ്. ഇതെല്ലാം കൃഷിയുടെ ഭാഗമാണ്. ഞാൻ പറയാറുണ്ട്, ഇവിടെ വന്നിരിക്കുമ്പോൾ, നിങ്ങൾ വന്നിരിക്കുമ്പോൾ ആരാണോ ഒരു ചെയർ റെഡിയാക്കിയത്, നേരത്തെ വന്ന ആരെങ്കിലും ഒരാളൊരു ചെയർ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടാവല്ലോ, അതുപോലും പരലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് തിരിച്ചു തരും, സംശയിക്കേണ്ട. ആരാണോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പടച്ച റബ്ബേ ഈ ദഅവ കൂട്ടായ്മയെ നീ സംരക്ഷിക്കണേ, അതിന് നീ ആരോഗ്യം നൽകണമേ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് നീ ആരോഗ്യം നൽകണമേ, ബർക്കത്ത് നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു പരലോകത്ത് നിങ്ങൾക്ക് തരും, സംശയിക്കേണ്ട. നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഞാനതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രശ്നം എന്നറിയോ? ഇന്ന് വലിയ നമുക്കൊരു ആഗ്രഹമൊന്നും തോന്നുന്നില്ല. ദുനിയാവിൽ എന്തെങ്കിലും ചെറിയൊരു ലാഭം അപ്പുറത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് മുതൽ മുടക്കി നമുക്ക് പ്രശ്നമല്ല അല്ലേ? നട്ടുണ്ടാവുമോ എന്നൊരു പേടി അപ്പുറത്തുണ്ടെങ്കിൽ പോലും ലാഭത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേക്ക് എത്ര മുടക്കാൻ നമുക്ക് പ്രശ്നമില്ല, അതിനുവേണ്ടി എത്ര സമയം ചെലവഴിക്കാൻ നമുക്ക് പ്രശ്നമില്ല, എത്ര മുറക്കമൊഴിവാക്കാനും നമുക്ക് പ്രശ്നമില്ല. ഞാൻ ഏതെങ്കിലും ഒരു വിഷയം പറയണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് ദീനുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുങ്ങൾ. ദീനുമായി ബന്ധപ്പെട്ട വിഷയം, ഇബാദത്തുകളുടെ വിഷയം ഒന്ന് ഞാൻ പറയണ്ടല്ലോ. ഖുർആൻ ഇങ്ങനെ എടുക്കുമ്പോഴേക്ക് നമ്മുടെ കൈകൾ ഇങ്ങനെ തളരാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഖുർആൻ ഇങ്ങനെ എടുക്കുമ്പോഴേ കൈകൾ ഇങ്ങനെ ഉയർത്തി നമസ്കാര ശേഷം ഒന്ന് ദുആ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൈകൾ ഇങ്ങനെ തളർന്നു പോകാണ്. നമുക്ക് പ്രാർത്ഥിച്ചു മതിയായി എന്ന് തോന്നാണ് ചില ആളുകൾക്ക്. നമുക്കെന്തോ പരലോകത്തെക്കുറിച്ച് വലിയൊരു താല്പര്യമില്ലായ്മയും വലിയൊരു പ്രതീക്ഷയില്ലായ്മയും പോലെ വരുന്നവരിൽ നമ്മൾ പെടാൻ പാടില്ല. ഓരോ അടിക്കാല് മുന്നോട്ട് വെക്കുമ്പോഴും ആ കാലടി വെക്കുന്നതിലൂടെ പരലോകത്ത് എന്തെങ്കിലും ഉപകാരപ്പെടണേ എന്നാഗ്രഹിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ മരിച്ചാലും നിങ്ങളെ ഓർക്കണം. നിങ്ങൾ മരിക്കുന്നതോടുകൂടെ നിങ്ങളെ ഓർമ്മകൾ മായാൻ പാടില്ല. നിങ്ങളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നത് നിർത്താൻ പാടില്ല. നിങ്ങളെക്കുറിച്ച് ഓർക്കണം, അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരടയാളം ബാക്കി വെക്കണം. നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞത്. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. വീട്ടിൽ അടങ്ങിക്കൂടിയിരിക്കുന്നവരിൽ ഞാനും എൻ്റെ കെട്ടിയോളും കുട്ടിയോളും എൻ്റെ ജോലിയും എൻ്റെ വീടും അങ്ങനെ മാത്രം കഴിയേണ്ടവരല്ല മുസ്ലിമീങ്ങളെ. നമ്മൾ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മൾ ആർക്ക് വേണ്ടിയുള്ളതാ? ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്. അതിനുവേണ്ടി ഉറക്കം ഒഴിവാക്കിയാൽ, അതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കിയാൽ, അതിനുവേണ്ടി സമയം ചെലവാക്കിയാൽ, ആർക്ക്? ജനങ്ങൾക്ക് വേണ്ടി ഉറക്കം ഒഴിവാക്കിയാൽ, ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യം ചെലവഴിച്ചാൽ, ജനങ്ങൾക്ക് വേണ്ടി ഉറക്കം ഒഴിവാക്കി സമ്പത്ത് ചെലവഴിച്ച് സമയം ചെലവഴിച്ചാൽ ഇത് പരലോകത്ത് അല്ലാഹു തിരിച്ചു തരും, നന്മയുടെ മാർഗത്തിലാണെങ്കിൽ എന്ന് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ കേട്ടു.
അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനിപ്പിക്കട്ടെ. ദുനിയാവിനും പരലോകത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്താണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് ഹദീസിൽ വന്ന പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും പരലോകത്തിലും നീ ഞങ്ങൾക്ക് നന്മകൾ നൽകണമേ. പരലോകത്ത് നിന്റെ നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥന എപ്പോഴും നമ്മളിലുണ്ടാവണം. സ്കരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനയുണ്ടാകണം. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ദുനിയാവിൽ അനുവദിച്ച് തന്നിട്ടുള്ള അനുവദിച്ച എല്ലാം നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം. പക്ഷേ ഹറാമായി മാറി നിൽക്കണേ എന്ന് പറഞ്ഞതിലേക്ക് ദുനിയാവിൻ്റെ വിഷയത്തിൽ വന്നാൽ എന്തൊക്കെ ലാഭമുണ്ട് എന്ന് പിശാച് തോന്നിപ്പിച്ചാലും ആരൊക്കെ പറഞ്ഞാലും അതിലേക്ക് നമ്മൾ പോകരുത്. ഏതൊക്കെ കൂട്ടുകാരുടെ തോളിൽ നിന്ന് കൈകൾ എടുക്കേണ്ടി വന്നാലും ഹറാമിലേക്ക് നമ്മൾ പോകരുത് എന്നാണ് ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിനുശേഷം അള്ളാഹു ഒരു മരണം സംവിധാനിച്ചിട്ടുണ്ട്. ആ മരണത്തെക്കുറിച്ചും ആ മരണത്തിലെ നന്മതിന്മകളെക്കുറിച്ചും നല്ല മരണത്തെക്കുറിച്ചും മോശമായ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകിയാൽ അടുത്ത ക്ലാസ്സുകളിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നു, ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾ നിരന്തരമായി കേൾക്കുന്നു. നാഥ, ഉപദേശിക്കുന്നവർക്കും ഉപദേശം കേൾക്കുന്നവർക്കും മരണം വരെ തഖ്വയോടുകൂടെ അത്തരം എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിലനിർത്തി തഖ്വയോടുകൂടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പലരുടെയും വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, വല്ലിപ്പമാരുണ്ട്, വല്യമ്മമാരുണ്ട്, ഏറ്റവും വേണ്ടപ്പെട്ടവരുണ്ട്. നീ സ്വർഗം നൽകണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അവരുടെ തൃപ്തിയോടുകൂടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, എല്ലാവിധ പിശാചിൻ്റെ ഷെറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, പല രൂപത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങളുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഏതേത് സമയത്ത് മരണം വന്ന് വിളിച്ചാലും സന്തോഷത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നാഥ, നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.